അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദുബായ് KMCC പയ്യോളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ 12ാം വാർഷിക സമ്മേളനത്തിൻ്റെ മനോഹരമായ ഈ വേദിയിൽ പ്രിയപ്പെട്ട KMCCയുടെ നേതാക്കന്മാർ, മുനിസിപ്പൽ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി VK ഷംസീർ, മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട പട്ടായി മൊയ്തീൻ സാഹിബ്, ദുബായ് KMCC പയ്യോളി മുനിസിപ്പൽ കമ്മിറ്റിയുടെ ചെയർമാൻ അസീസ് സുൽത്താൻ, വേദിയിലെ ബഹുമാന്യരായ നേതാക്കന്മാർ, ധാരാളം KMCCയുടെ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. ദുബായ് KMCCയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, പ്രിയപ്പെട്ട CKV ഉണ്ട്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും നിരന്തരമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്ത സഹപ്രവർത്തകൻ കൂടിയായ സദക്കത്ത് സാഹിബ് അടക്കം വളരെ പ്രിയപ്പെട്ട KMCCയുടെ സാരഥികൾ, മുന്നണി പ്രവർത്തകർ, സർവോപരി ഈ പയ്യോളിയിലെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാർ, ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന പയ്യോളിയിലെ പ്രവാസികളായ സഹോദരന്മാർ, കുടുംബാംഗങ്ങൾ, എല്ലാവരെയും ഞാൻ സ്നേഹോഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ ആഘോഷപൂർണമായ ഒരു സന്ദർഭത്തിൽ KMCCയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ 12ാം വാർഷികാഘോഷ സമ്മേളനം, സാധാരണ നിങ്ങളിത് വിദേശത്ത് വെച്ചിട്ടാണ് നടത്താറുള്ളത്. അത്യപൂർവമായിട്ടാണ് നാട്ടിൽ ഇത്തരം കൂട്ടായ്മകളിൽ ഞങ്ങളെപ്പോലുള്ളവർ പങ്കെടുക്കാറുള്ളത്. തീർച്ചയായിട്ടും പയ്യോളിയിലെ KMCC സുഹൃത്തുക്കളുടെ ഈ സന്തോഷവേളയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ ഞാനേറെ സന്തോഷവാനാണ്. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ പയ്യോളി എത്തുന്നത് വരെ ഏകദേശം 2 മണിക്കൂർ, കോഴിക്കോട്ട് നിന്ന് 2 മണിക്കൂർ റോട്ടിൽ ഗുസ്തി കാണിച്ചിട്ടാണ് ഈ പരിപാടിയിലെത്തിയത്. ഞാൻ കോട്ടക്കലിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2:30 മണിയാണ്. ഞാൻ പയ്യോളി എത്തുമ്പോൾ 7 മണിയാണ്. അപ്പോൾ പയ്യോളി എത്തുന്നത് വരെ എൻ്റെ മനസ്സിൽ പയ്യോളിയാണ്. ഈ താഴെ ഗ്രൗണ്ടിൽ വന്നപ്പോഴും പയ്യോളിയാണ്. പക്ഷേ ഈ ഹാളിൽ കയറി ഈ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സും ഈ ഹാളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഒരു നിമിഷം, ഇത് ദുബൈയിലാണോ, ഇത് ഖത്തറിലാണോ, ഇപ്പോൾ CKVനെ കണ്ടപ്പോൾ അത് ഒമാനിലാണോ, അങ്ങനെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ആഹ്ലാദം നിറഞ്ഞു. അടുത്ത നിമിഷം എൻ്റെ മനസ്സിൽ ഈ ബെഞ്ചിൽ നിന്ന് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. നമ്മൾ ബെഞ്ചിൽ ഇങ്ങനെ തിക്കും, അങ്ങനെ ഒരു തിക്കണ ഫീല് വന്നു. കാരണം ദുബായും അബുദാബിയും ഒമാനൊക്കെ ഞങ്ങൾ നാട്ടിലെ ലീഗുകാർ ഇങ്ങക്ക് വിട്ടെന്നാണ്. ഞങ്ങളാരും അവിടെ വന്നിട്ട് സമ്മേളനം നടത്തുന്നില്ല. നിങ്ങൾ നാട്ടിലും കൂടി കയറിയിട്ട് ഇവിടെ വന്ന് തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു പോക്കിരിത്തരം. ഞാനിത് പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KMCC നേതാക്കന്മാരെ, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ സ്നേഹപൂർവ്വം പറയണം. എന്തായാലും വലിയ സന്തോഷം. പ്രവാസം, നമ്മളെ നാട്, ഞാൻ കോട്ടക്കലിലെ തിരൂരിൻ്റെ പരിസരത്തു നിന്നാണ് വരുന്നത്, മലപ്പുറത്ത്. ഞങ്ങളൊക്കെ പ്രവാസത്തിൻ്റെ സന്തതികളാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ആദ്യം പോയത് മലായിലേക്കാണ്, പിന്നെ ബോംബായിലേക്ക് പോയി. മുംബൈ രാജ്യത്തിൻ്റെ പുറത്തല്ല. എൻ്റെ നാട്ടിൽ അന്ന് ബോംബെയിലേക്ക് നാട് വിട്ടൊരു കുട്ടി ഉമ്മാക്ക് കത്തെഴുതി, ഉമ്മ ഞാനിപ്പോൾ ഇന്ത്യയിലില്ല, ബോംബെയിലാണ്. പിന്നീട് പെട്രോ ഡോളറിൻ്റെ സൗഭാഗ്യം നമ്മുടെ മുന്നിൽ തുറന്നു വച്ചപ്പോൾ ഗൾഫിലേക്ക് കുടിയേറി.
മലബാറിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ മൊബിലിറ്റിയാണ്, ഈ ഡൈനാമിസമാണ്. കെട്ടി നിൽക്കുന്ന വെള്ളമാകാതെ പരന്നൊഴുകാൻ നമ്മുടെ മുൻതലമുറ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ തെരുവുകളിൽ കാണുന്ന മനോഹരമായ ഈ കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ. കേരളം എന്ന് പറയുന്ന സംസ്ഥാനം പൊതുവിലും മലബാർ എന്ന് പറയുന്ന പ്രദേശം വിശേഷിച്ചും ലോകത്തപൂർവമായൊരു കമ്മ്യൂണിറ്റിയാണ്. ലോകത്ത് 2 കമ്മ്യൂണിറ്റിയാണുള്ളത്, ഒന്ന് അർബൻ കമ്മ്യൂണിറ്റി, 2 റൂറൽ കമ്മ്യൂണിറ്റി. പക്ഷെ മലബാർ എന്ന് പറയുന്നത് റർബൺ കമ്മ്യൂണിറ്റിയാണ്. എന്താണ് റർബൺ? നമ്മൾ റൂറലിലാണ് ജീവിക്കുന്നത്, പക്ഷേ നമ്മൾ അർബൻ സൗകര്യങ്ങളോടെ ജീവിക്കുന്നു. ഗ്രാമപ്രദേശത്തെ നമ്മുടെ വീടുകളിലും നമ്മുടെ അടുക്കളകളിലും ആധുനിക സൗകര്യത്തിൻ്റെ സംവിധാനങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നു. അങ്ങനെ ലോകത്ത് തന്നെ അത്യപൂർവമായ ഒരു സാമൂഹിക ഘടന ആ സാമൂഹിക ഘടനയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മിയും അമ്മിക്കുട്ടിയും അറിയാത്ത അമ്മയും ഉരലും ഉലക്കയും ഉപയോഗപ്പെടുത്താത്ത ഉമ്മയും നമ്മുടെ വീടിൻ്റെ പ്രതീകങ്ങളാണ്. എല്ലാത്തിനും മെഷീനാണ്. അലക്കാൻ മെഷീൻ, അരക്കാൻ മെഷീൻ, ഉണക്കാൻ മെഷീൻ, ഉറങ്ങാൻ മെഷീൻ. എൻ്റെ ഉമ്മനോട് പറയും, ബാബു നിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കൊള്ളാം, പക്ഷേ ഈ വെള്ളക്കുപ്പായം വെള്ളത്തുണിയും വേണ്ട. ഇപ്പം ഞാൻ ചോദിച്ചു, ഉമ്മ എന്താ കുഴപ്പം? അത് അലക്കണ്ടേ? ഞാൻ ചോദിച്ചു, നിങ്ങൾ അലക്കലുണ്ടോ? വാഷിംഗ് മെഷീനല്ലേ അലക്കൽ? ഇപ്പം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ അലക്കലില്ല, പക്ഷേ വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുന്നത് ഞാനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും പുതിയ മെഷീൻ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീനിലേക്ക് ബെഡ്റൂമിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ടുപോയിടുന്നൊരു മെഷീൻ നമ്മൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും വന്നിട്ടുണ്ട് എന്ന് അമ്മമാർ അറിയാതെ പോകരുത്. ടർഫ് ഗ്രൗണ്ടിൽ മരിച്ചു വീഴുന്ന 22-കാരനായ ചെറുപ്പക്കാരൻ നമ്മുടെ പൊന്നുമോനാണ്. ജിമ്മിൽ ചാടിക്കളിക്കുന്ന 25-കാരൻ മരിക്കുന്നത് കാർഡിയാക് അറസ്റ്റ് മൂലമാണ്. 50 വയസ്സിന് ശേഷം മാത്രം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് നിശബ്ദമായി കടന്നു വന്ന സൈലന്റ് അറ്റാക്ക് നമ്മുടെ നിറയൗവനത്തിലുള്ള കുട്ടികളെ ടർഫ് ഗ്രൗണ്ടിൻ്റെ ബാഡ്മിൻ്റൺ ഗ്രൗണ്ടിൻ്റെ പുൽമൈതാനിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് ഇത്തരം ആഘോഷങ്ങൾക്കിടയിൽ നമ്മുടെ ആലോചന വിഷയമാകണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും ജീവിതത്തിന് അനുഗുണമായി ഉപയോഗിക്കാനുള്ള സാക്ഷരത എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കുണ്ടാകണം. അപ്പോൾ ഈ സൗഭാഗ്യങ്ങളൊക്കെ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് പല അർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തൽ ഈ പാട്ടിൻ്റെ, ഈ സംഗീതത്തിൻ്റെ, ഈ ആഘോഷത്തിൻ്റെ, ഈ കൂടിച്ചേരലിൻ്റെ സുന്ദരമായ മുഹൂർത്തം നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നെൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, അമ്മമാരോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ റർബൺ കമ്മ്യൂണിറ്റിയെ പോലെ നമ്മുടെ കുടുംബത്തിനും ഒരു അപൂർവതയുണ്ട്. ലോകത്ത് 2 തരം കുടുംബങ്ങളേ ഉള്ളൂ. ഒന്ന് പാട്രി ലോക്കൽ ഫാമിലിയാണ്, 2 മാട്രിയാർക്കൽ ഫാമിലിയാണ്, പാട്രിയാർക്കൽ ഫാമിലിയാണ്. സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ എൻ്റെ മുമ്പിലെ സദസ്സിലുണ്ടാകും. പാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫാദർ ഈസ് ദ ഹെഡ്, ഹി വിൽ ടേക്ക് ദ ഡിസിഷൻ. വാപ്പയാണ് കുടുംബത്തിൻ്റെ നാഥൻ, അദ്ദേഹം തീരുമാനമെടുക്കും. മാട്രിയാർക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ മദർ ഈസ് ദ ഹെഡ്, ഷീ വിൽ ടേക്ക് ദ ഡിസിഷൻ. ഉമ്മയാണ് കുടുംബത്തിൻ്റെ നാഥ, ഉമ്മ തീരുമാനമെടുക്കും. പക്ഷെ പ്രവാസി കുടുംബങ്ങൾ സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞ ഈ 2 കുടുംബഘടനയിലും പെടുന്നില്ല. നമ്മുടെ കുടുംബങ്ങൾ മാട്രി ലോക്കൽ ഫാമിലിയാണ്. മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. സാങ്കേതികമായി വാപ്പ തന്നെയാണ് കുടുംബത്തിൻ്റെ നാഥൻ. ഗൾഫ് കുടുംബം, നാട്ടിൽ ഉമ്മയും വാപ്പ ഗൾഫിലും. കുടുംബത്തോടൊപ്പം ഗൾഫിൽ ജീവിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പ്രവാസികളായ കുടുംബങ്ങളിൽ നല്ലൊരു ശതമാനം അവരുടെ കുടുംബം നാട്ടിലാണ്. അങ്ങനെ ജീവിക്കുന്ന കുടുംബം മാട്രി ലോക്കൽ ഫാമിലിയാണ്. ഫാദർ ഈസ് ദ ഹെഡ്, ഡെഫിനറ്റ്ലി, ദാറ്റ്സ് റൈറ്റ്. പക്ഷേ കാര്യങ്ങൾ പ്രാക്ടിക്കലി mother is the head of the family. Mother will take the decision in the absence of father, after the consultation with father. അതാണ് മാട്രി ലോക്കൽ ഫാമിലി എന്ന് പറയുന്നത്. ഉപ്പയാണ് കുടുംബത്തിൻ്റെ നാഥൻ, പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉമ്മയാണ്. വാപ്പയുടെ അനുവാദത്തിലും വാപ്പയുടെ സമ്മതത്തിലും ഉമ്മ തീരുമാനമെടുക്കും. മാട്രി ലോക്കൽ ഫാമിലി. അപ്പോൾ
നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ ശക്തിപ്പെടുത്താൻ ഉമ്മമാർ ശക്തിയാർജിക്കണം. ഉമ്മമാരുടെ എംപവർമെൻ്റാണ് കുടുംബത്തിൻ്റെ എംപവർമെൻറ്റ്. 10ാം ക്ലാസ്, +2, ഫുൾ A+ കഴിഞ്ഞ കുട്ടിയുടെ തുടർ പഠനത്തിൻ്റെ ചോദ്യശരങ്ങൾ ഗൾഫിൽ ജീവിക്കുന്ന വാപ്പയോടല്ല, അടുക്കളയിലെ ഉമ്മയോടാണ്. രാവിലെ പുട്ടിന് പാകം ചെയ്യുന്ന ഉമ്മ, അടുക്കളയിൽ അപ്പം പാകം ചെയ്യുന്ന ഉമ്മ. ജനുവരി, ഫെബ്രുവരി, ജൂൺ മാസം വന്നു കഴിഞ്ഞാൽ രാവിലെ പുട്ട് ചുടുമ്പോൾ, അപ്പം ചുടുമ്പോൾ ആ ഉമ്മയുടെ ആലോചന പോളിടെക്നിക്കൽ പോയി ഡിപ്ലോമ എടുക്കണോ, +2 സയൻസ് ഗ്രൂപ്പ് എടുക്കണോ, കൊമേഴ്സ് പഠിക്കണോ? ഇതിൻ്റെ ഫിൽട്ടർ ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് വാപ്പയിലേക്ക് പോകുന്നത്. മക്കളുടെ ഉപരിപഠനത്തിൻ്റെ ചോദ്യങ്ങളും ആലോചനകളും ചിന്തകളുമൊക്കെ എവിടെയാണ്? ഉമ്മയുടെ കയ്യിലാണ്. അടുക്കളയിലെ പാചകത്തിൻ്റെ നടുവിൽ മക്കളുടെ ഉപരിപഠനത്തിൻ്റെ സങ്കടങ്ങളും സാധ്യതകളും ആലോചിക്കേണ്ടി വരുന്ന അമ്മമാരെ, ഉമ്മമാരെ അവരുടെ ഭർത്താക്കന്മാരായി നിൽക്കുന്ന ആണുങ്ങളും നിങ്ങളും മനസ്സിലാക്കണം. നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്നു, ശരി, കഷ്ടപ്പെടുന്നു, ശരി, അധ്വാനിക്കുന്നു, സമ്മതിച്ചു, കുടുംബം പുലർത്തുന്നു, സമ്മതിച്ചു. പക്ഷേ നിങ്ങൾ ദുബായിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ദിർഹം പോരാ നിങ്ങളുടെ നാടിലെ കുടുംബത്തെ, മക്കളെ പോറ്റാൻ. നിങ്ങൾ സൗദിയിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന റിയാൽ പോരാ നിങ്ങളുടെ നാടിലെ കുടുംബത്തിൻ്റെ സങ്കടങ്ങളുടെ കടലിനെ, പുഴയെ നീന്തി കടക്കാൻ. MDMA പരക്കുമ്പോൾ, ഞാൻ ഈ പയ്യോളിയിൽ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ട ബോർഡ് പാഡ എന്ന ബോർഡാണ്. പയ്യോളി എഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ്. MDMAക്കെതിരെ പയ്യോളിയുടെ പൗരാവലിയുടെ ചേർത്തു നിർത്തലിൻ്റെ സൈൻ ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഈ പയ്യോളിയിൽ വന്നിറങ്ങുന്നത്. ദുബായിലെ, ഗൾഫിലെ മനോഹരമായ പാതയോരത്തോടുകൂടി നിങ്ങൾ വണ്ടിയൊട്ടി പോകുമ്പോൾ, കുടുംബത്തിൻ്റെ ആലോചനകൾ നിങ്ങൾ അലട്ടുമ്പോൾ, ചുറ്റുവട്ടത്തും അപകടകരമായ രീതിയിൽ കൈനീട്ടുന്ന മയക്കുമരുന്നിൻ്റെ കെണിയിൽ എൻ്റെ പ്രിയപ്പെട്ട മകൻ പെട്ടുപോകരുതെന്ന് ഓരോ ദിവസവും അടുക്കളയിലെ ഉമ്മയുടെ പ്രാർത്ഥനയാണ്. നിസ്കാരക്കുപ്പായിൽ വിട്ട ഉമ്മയുടെ തേട്ടമാണ്. ആ തേട്ടത്തിൻ്റെ സങ്കടത്തിനിടയിൽ ഭാര്യമാരെ, നാട്ടിലുള്ള തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോട് ഫോണിലും വാട്സാപ്പിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെന്താ പണി എന്ന ചോദ്യങ്ങൾ ഭർത്താക്കന്മാർ അവസാനിപ്പിക്കണം. കുടുംബം, പ്രവാസികളുടെ കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ തലപ്പത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരാണ്. ഉമ്മമാരറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നാട്ടിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരവും ബോധവും ഉണ്ടാകണം. KMCCയുടെ ചടങ്ങിന് നാട്ടിലെ രാഷ്ട്രീയ പട്ടികളുടെ, പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെയൊക്കെ വിളികൾക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കുമ്പോൾ അവിടെ ഗാനമേള ഉണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. നല്ല കാര്യമാണ്. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ പാട്ട് കേട്ടിട്ടാണ് വന്നത്. പങ്കജ് ഉദാസിൻ്റെ പാട്ട് കേൾക്കുക നിങ്ങൾ, മനോഹരമായ ഗസലിൻ്റെ ഈരടികൾ കേൾക്കുക നിങ്ങൾ. എല്ലാ ആഘോഷങ്ങളും നടക്കട്ടെ, കല്യാണവും സൽക്കാരവും ഒക്കെ നടക്കട്ടെ. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുമ്പോൾ ഉറപ്പുള്ള നമ്മുടെ സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കിയ വീടല്ല, നമ്മൾ കെട്ടിപ്പൊക്കിയ മണിമന്ദിരങ്ങളല്ല, പിന്നെയോ നമ്മുടെ ചോരയിൽ പിറന്ന മക്കളാണ്, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളാണ്. ആ കുഞ്ഞുമക്കളെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനയും ചിന്തയും ഓരോ രക്ഷിതാവും, ഓരോ മാതാപിതാക്കളും ഗൗരവത്തോടെ കാണേണ്ടതും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുമാണ് എന്ന് ഈ സമയത്ത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വൈറലാകാൻ എന്താണ് വഴി എന്നന്വേഷിച്ച് നടക്കുകയാണ് പുതിയ യുവത്വം. അവർക്ക് പോസിറ്റീവ് വൈറലിൻ്റെ വഴിയെ ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കണം, ഒരു വാപ്പ പറഞ്ഞു കൊടുക്കണം. അതിന് പ്രാഥമികമായിട്ട് എന്താ വേണ്ടത്? ഒരു കുട്ടിയും, നമ്മുടെ ഒരു മോനും ഒരു മോളും, നാട്ടിലെ ആളുകളൊക്കെ പറയുന്നത് സ്ട്രെസ് മൂലം, അല്ലേ, മാനസികമായ പ്രയാസങ്ങൾ മൂലം കുട്ടികൾ മയക്കുമരുന്നിലേക്ക് പോകുന്നു എന്നാണ്. ഞാനത് വിശ്വസിക്കുന്നില്ല. നമ്മുടെ മക്കൾക്കൊന്നും അങ്ങനെ സ്ട്രെസ് ഇല്ല, അത്തരത്തിലുള്ള സങ്കടങ്ങളില്ല. എന്താ പ്രശ്നം? അവർ പ്ലഷർ സീക്കിംഗ് ആണ്, സന്തോഷം അന്വേഷിച്ചു പോവുകയാണ്. ആ സന്തോഷം അന്വേഷിച്ചു പോകുമ്പോൾ അവരുടെ പ്രാഥമികമായ സർക്കിൾ എന്ന് പറയുന്നത് അവരുടെ സൗഹൃദ ബന്ധമാണ്, അവരുടെ സുഹൃത്തുക്കളാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വാപ്പമാരെ, സെക്രട്ടറിയും പ്രസിഡന്റും മഹല്ല് കമ്മിറ്റിയും മദ്രസ കമ്മിറ്റിയും KMCCയും അങ്ങാടിയിലാണ്. വീട്ടിൽ നമ്മൾ വാപ്പയാണ്, ഉമ്മയാണ് എന്ന ബോധ്യത്തോടെ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ നമ്മളാകാത്ത കാലത്തിടത്തോളം, എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഞാനെന്ന ഉമ്മയാകാത്തിടത്തോളം കാലം നാട്ടിലെ ഒരു മയക്കുമരുന്ന് മാഫിയയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ഉസ്താദിൻ്റെ കയ്യിൽ മക്കളെ ഏൽപ്പിച്ച് ദീനിയാത്തും അമലിയാത്തും അഖലാക്കും ഉസ്താദ് ഹോൾസെയിലായി
മരുന്ന് 3 നേരം കൊടുക്കുന്ന പോലെ ധാർമ്മികത പഠിപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളല്ല, പമ്പര വിഡ്ഢികളാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. നമ്മുടെ പരിസരത്ത് നിന്നല്ലേ ഒരു കുട്ടിയെ ഉമ്മയെ കൊന്നതിൻ്റെ പേരിൽ പോലീസ് പൊക്കിയത്. പോലീസ് അവനോട് ചോദിച്ചു അത്രേ. എന്താ ചോദിച്ചത്? എന്തിനാണ് നിന്റെ ഉമ്മയെ കൊന്നത്? ആ പയ്യൻ പറഞ്ഞ മറുപടി, എന്നെ ജനിപ്പിച്ച കുറ്റത്തിനാണ്. എന്നെ ജനിപ്പിച്ച കുറ്റത്തിന് ഞാൻ എൻ്റെ ഉമ്മയെ കൊന്നു എന്ന വാർത്ത വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കുലുങ്ങണ്ടേ? നമ്മുടെ ഹൃദയം കിടുങ്ങണ്ടേ? എന്നിട്ട് പോലീസ് പിടിച്ചപ്പോൾ പോലീസിന്റെ വാഹനത്തിന്റെ മുന്നിൽ ചാനൽ ക്യാമറകൾ വന്നപ്പോൾ ഉമ്മയെ കൊന്ന ഇവൻ 2 കൈകൾ വിക്ടറി ചിഹ്നം ഇങ്ങനെ കാണിച്ചാൽ വിജയ ചിഹ്നമാണ്. ഉമ്മയെ കൊന്നത് വിജയ ചിഹ്നമായി കാണിക്കുന്ന മക്കളുടെ വാർത്ത നിറയുന്ന ഈ കാലത്ത് നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കാനുള്ള ജാഗ്രതയുണ്ടാകണം. നമ്മുടെ മക്കൾ അതിൽ പെടാതിരിക്കാനുള്ള സൂക്ഷ്മതകൾ ഉണ്ടാകണം. എന്താണ് ആ സൂക്ഷ്മത നമ്മുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. ഉമ്മയും ബാപ്പയും സൗഹൃദപ്പെടാത്ത കുടുംബം, ഒരു വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറയാറുണ്ട്, എൻ്റെ അടുത്തും നിൻ്റെ അടുത്തും ഇല്ലാത്ത ഒരു വാല്യൂ നമ്മളെ മക്കളെടുത്ത് പ്രതീക്ഷിക്കരുത്, നമ്മളെ കുട്ടികളെടുത്ത് പ്രതീക്ഷിക്കരുത്. നമ്മൾ നാടൻ ഭാഷയെ പറയില്ലേ, മത്തൻ കുത്തിയാൽ കുമ്പളം മുണക്കൂലെന്ന്. മാതാപിതാക്കളുടെ സംസ്കാരമാണ് മക്കളിലേക്ക് പരക്കുക എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജീവിതം തന്നെയാണ് ലഹരി എന്ന് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഡിജിറ്റൽ നേറ്റീവ്സിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഡിജിറ്റൽ ഇമിഗ്രൻസിന്റെ കാലത്താണ്. 2000-ന് ശേഷം ജനന തീയതിയുള്ള കുട്ടികൾ ഡിജിറ്റൽ നേറ്റീവാണ്. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിൽ ജനിച്ചവരാണ്, ഇന്റർനെറ്റ് സ്വദേശികളാണ്. പയ്യോളി സ്വദേശി, വടകര സ്വദേശി എന്ന് പറയുന്ന പോലെ പുതിയ തലമുറ ഇൻസ്റ്റാഗ്രാം സ്വദേശിയാണ്, എക്സ് സ്വദേശിയാണ്, ത്രെഡ് സ്വദേശിയാണ്. ഡിജിറ്റൽ നെറ്റീവ്, ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗത്തിലേക്ക് കുടിയേറിയവരാണ്. അത് നമ്മളാണ്. നിർബന്ധമായും മാതാപിതാക്കൾക്ക് പ്രാഥമികമായി വേണ്ട വിവരം എന്ന് പറയുന്നത് ഡിജിറ്റൽ ലിറ്ററസിയാണ്. സാങ്കേതികമായ ഇന്റർനെറ്റിനെ കുറിച്ചുള്ള പ്രാഥമികമായ ധാരണയുണ്ടാകണം. കുട്ടികൾ ഗൂഗിളിൽ സെർച്ച് നടത്തിക്കഴിഞ്ഞാൽ സെർച്ച് ഹിസ്റ്ററി എടുക്കാൻ ഒരു ഉമ്മക്കറിയണം, ഒരു വാപ്പക്കറിയണം. നമ്മുടെ വീടുകളിൽ തൊട്ടപ്പുറത്തെ മുറിയിലിരിക്കുന്ന കുട്ടി, അവൻ നമുക്ക് നഷ്ടപ്പെടുന്നതിനെ കുറിച്ചുള്ള സൂക്ഷ്മതയും ശ്രദ്ധയും ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന മക്കളോട് ഒരു പ്രധാന കാര്യം, സ്ക്രീൻ അഡിക്ഷന് വിധേയപ്പെട്ടിരിക്കുന്ന കുട്ടികളോട് ഒരു പ്രധാനപ്പെട്ട ഒരു പഠനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അമേരിക്കയിൽ 3 ആളുകളുടെ MRI സ്കാനിംഗ് നടത്തി. MRI സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫോട്ടോഗ്രഫിയാണ്. നമ്മുടെ ശരീരം ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്ന പോലെ ഇവിടുത്തെ ക്യാമറയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ബാഹ്യമായ തലമാണ് പെടുക. പക്ഷെ MRI എന്ന് പറഞ്ഞാൽ അതൊരു ഫോട്ടോഗ്രഫിയാണ്. പക്ഷേ ഒരു മനുഷ്യന്റെ ബ്രെയിൻ ഇമേജിംഗ് ആണ്. അവന്റെ തലച്ചോറിന്റെ ഘടനയുടെ ഫോട്ടോഗ്രഫിയെ നമുക്ക് MRI എന്ന് പറയാം. 3 പേരുടെ MRI എടുക്കുകയാണ്. ഒരു മനുഷ്യൻ എ എന്ന് പറയുന്ന ആൾ, അയാൾക്ക് യാതൊരു ദുശ്ശീലവുമില്ല. അയാൾ മൊബൈൽ ഫോൺ വളരെ 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 അപൂർവമായിട്ട് ഉപയോഗിക്കുന്നു. പുകവലിക്കാറില്ല, അയാൾ മദ്യം കഴിക്കാറില്ല, അയാൾ മയക്കുമരുന്നിന് അടിമയുമല്ല. അങ്ങനത്തെ ഒരാളുടെ MRI ആ ചിത്രം മാറ്റിവെച്ചു. 2ാമത്തെ ആളുടെ MRI എന്ന് പറയുന്നത്, ഈ മനുഷ്യന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്, അയാൾ മയക്കുമരുന്നിന് അടിമയാണ്, അയാൾ ലഹരിക്കടിമയാണ്. 3ാമത്തെ ആള് ലഹരിക്കടിമയല്ല, അയാൾ സദാസമയം സ്ക്രീനിൽ അടിമയാണ്. ഈ 3 സൈബർ അഡിക്ഷൻ, ഒരാൾക്ക് സൈബർ അഡിക്ഷൻ, മറ്റേയാൾക്ക് സബ്സ്റ്റൻസ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിമയായ ഒരാൾ, സൈബർ അഡിക്റ്റഡായ ഒരാൾ. സൈബർ അഡിക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി റീലുകളിൽ നിന്ന് റീലുകളിലേക്ക് പോകുന്ന ഒരാൾ. 3ാമത്തെ ആൾ ഈ ദുശ്ശീലങ്ങളൊന്നുമില്ല. ആ പഠനത്തിന്റെ അവസാനത്തിൽ പുറത്തു വരുന്നത് മയക്കുമരുന്നിന് അടിമയായ ആളുടെ ബ്രെയിൻ പാറ്റേണും സൈബർ അഡിക്റ്റഡായ ആളിന്റെ ബ്രെയിൻ പാറ്റേണും സാമ്യത പുലർത്തുന്നു എന്ന ഞെട്ടിക്കുന്ന പഠനമാണ്. എന്ന് പറഞ്ഞാൽ MDMA അടിക്കുമ്പോൾ, മയക്കുമരുന്ന് അടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ബ്രെയിൻ എങ്ങനെയാണോ ഡാമേജ് ആകുന്നത്, അതേ മട്ടിൽ റീലിൽ നിന്ന് റീലുകളിലേക്ക് നിരന്തരമായി സ്ക്രീൻ അഡിക്ഷന് വിധേയമായിരിക്കുന്ന ഒരു കുട്ടിയുടെ ബ്രെയിൻ പാറ്റേണും ഈ അർത്ഥത്തിൽ ഡാമേജ് ആകുന്നു എന്ന പഠനം നമ്മുടെ ചിന്തയിലേക്കും നമ്മുടെ ആലോചനയുടെ പരിസരത്തേക്കും വരേണ്ടതാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട്
ജീവിതത്തെ സൂക്ഷ്മമായി നമ്മുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തെ അന്തസ്സോടെ അഭിമാനത്തോടെ വളർത്തുക എന്നുള്ളതാണ്. നമ്മുടെ മക്കളെ സമൂഹത്തിനും കുടുംബത്തിനും ചുറ്റുവട്ടത്തിനും ഉപകാരപ്രദമാകുന്ന മക്കളായി അവരെ മാറ്റിയെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ചെയ്യേണ്ടത്. ഈ സൗകര്യങ്ങളും ഈ സൗഭാഗ്യങ്ങളും നമ്മൾ അതിനു വേണ്ടി വിനിയോഗിക്കണം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ KMCC എന്ന് പറയുന്നത് കേവലം ഒരു പ്രവാസി കൂട്ടായ്മയല്ല. നമുക്ക് രാഷ്ട്രീയമുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയാണ് KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്ന് പറയുന്നത്. 6 ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA-യിൽ KMCC ഉണ്ട്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടനിൽ ലണ്ടൻ നഗരത്തിൽ KMCC ഉണ്ട്. സ്വിറ്റ്സർലാൻഡിലും കനഡയിലും KMCC ഉണ്ട്. ലോകത്തിലെ വിവിധങ്ങളായ രാഷ്ട്രങ്ങളിൽ KMCCയുടെ സാന്നിധ്യമുണ്ട്. ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ എൻ്റെ അളാം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഉക്രൈനിൽ യുദ്ധമാണ്, മോളെ രക്ഷപ്പെടുത്തണം, നീ ഇടപെടണം എന്ന് പറഞ്ഞു. എളാമാൻ്റെ മോള് ഉക്രൈനിൽ MBBS പഠിക്കണം. ഞാൻ ചോദിച്ചു, ഉക്രൈനിൽ പഠിക്കുന്ന മോളെ ഞാനെങ്ങനെ ബന്ധപ്പെടും? ഈ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കുന്നതാണ് എളാം എന്നോട് പറഞ്ഞത്. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉക്രൈൻ്റെ അതിർത്തി പ്രദേശമായ പോളണ്ടിൽ KMCC ഉണ്ട്. പോളണ്ടിലെ KMCC പ്രവർത്തകർ ഉക്രൈനിലേക്ക് സഹായങ്ങൾ അയക്കുന്നുണ്ട്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പോളണ്ട് KMCC പ്രവർത്തകരുടെ അവരുടെ ഡാറ്റ എടുത്തപ്പോൾ കോട്ടക്കലുകാരനായ ഒരാളാണ് പോളണ്ട് KMCCയുടെ പ്രസിഡന്റ്. ഞങ്ങൾ വിളിക്കുമ്പോൾ എൻ്റെ എളാമയുടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുജത്തിയാണ്, എൻ്റെ കസിൻ സിസ്റ്ററാണ്. ഉക്രൈനിൽ റഷ്യയുടെ യുദ്ധക്കൊതിയിൽ കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ അവരെ ബങ്കറുകളിലേക്ക് അയച്ചിരിക്കുന്നു. 3 ദിവസമായി ചപ്പാത്തി മാത്രം തിന്ന് ഭീതിയോടെ കഴിഞ്ഞ ആ മക്കളെ പോളണ്ടിൻ്റെ അതിർത്തിയിൽ ചെന്ന് ഉക്രൈനിലേക്ക് രക്ഷാവാഹനം അയച്ച് ആ കുട്ടികൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളുടെ കൂടെ സഹപാഠികളെയും അവർ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഞാൻ KMCCൻ്റെ ഒരു പൊട്ടൻഷ്യൽ പറഞ്ഞതാണ്. നിങ്ങൾ ഈ പയ്യോളിയിലെ ഹാളിനകത്ത് മനോഹരമായി ആഘോഷം നടക്കുമ്പോൾ ഇത് പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ ഒരു കൂട്ടായ്മയല്ല. ഇത് ഇന്ന് രാത്രിയാകുമ്പോൾ നാളെ പകലാകുന്ന അമേരിക്കയിലും KMCCയുടെ പ്രവർത്തകന്മാർ ജീവിക്കുന്നു എന്ന ഗ്ലോബൽ നെറ്റ്വർക്കാണ് കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കറിയുന്ന ഒരു സന്തോഷത്തെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയൊക്കെ നമ്മൾ കഴിയുമ്പോഴും ഗ്ലോബൽ മലയാളി കൂട്ടായ്മയുണ്ട്. ധാരാളം പ്രവാസി സംഘടന ഉണ്ട്. മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഘടനാ ജീവിയാണ്. എല്ലാത്തിനും സംഘടന. ഞാൻ അവസാനമായി ദുബായിൽ പോയപ്പോൾ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട്. അങ്ങനെ ഓന് വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു. എന്നോട് ചോദിച്ചു, ഫൈസൽ ബാബു നിങ്ങൾ ഏതൊക്കെ സംഘടനയിലുണ്ട്? ഞാൻ പറഞ്ഞു, ലീഗിലുണ്ട്, യൂത്ത് ലീഗിലുണ്ട്, അങ്ങനെ CH സെൻറ്ററിലുണ്ട്, പല സംഘടനയിലുണ്ട്. പിന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വാഷ്റൂമിലേക്ക് പോയപ്പോൾ അവിടെ നമ്മളെ ഹാൻഡ് ഷവർ വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പുതിയ സംഘടനയെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഗൾഫിലേക്ക് പോകുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ വെച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി നമ്മളൊരു സംഘടന ഉണ്ടാക്കിയാലോ? ഞാൻ പ്രസിഡന്റ്, നിങ്ങൾ അതിൻ്റെ സെക്രട്ടറി. ഓന് തമാശയായിട്ട് പറഞ്ഞതാണ്. എല്ലാം സംഘടനാവൽക്കരിക്കുന്ന മലയാളിയുടെ കൂട്ടായ്മയുടെ സ്വഭാവമാണ്. ഒന്നിച്ചു നിൽക്കുക എന്ന സന്ദേശമാണ്. നമ്മുടെ രാഷ്ട്രീയം മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ലീഗ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ MP E.T. മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ ആഗമനം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ബഷീർ സാഹിബിന് അവാർഡ് കൊടുക്കുന്ന ഒരു വേദിയാണിത്. എന്താ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, ഉമ്മമാർക്ക് മനസ്സിലാക്കാൻ ലളിതമായി ഞാൻ പറയാം. നിങ്ങൾ ലീഗിൽ ഉണ്ടാകുന്നത്, നിങ്ങളിങ്ങനെ വിളിച്ചാൽ വരുന്നത് ഭർത്താവ് ലീഗായതുകൊണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ KMCC ആയതുകൊണ്ടോ ആയിരിക്കാം. അങ്ങനെ ആവരുതേ. നമുക്കൊരു ന്യായമുണ്ടാക്കണം. ഒരു മനുഷ്യന് ജീവിക്കുന്നത് 2 പ്രതലത്തിലാണ്. ഒന്നവന് വീട്ടിലാണ്, 2 അവൻ നാട്ടിലാണ്. വീട്ടിലെ കാര്യം നോക്കാൻ നിങ്ങൾ മതിയാകും, ഞാൻ മതി. എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഞങ്ങൾക്ക് വലിയ വീടുണ്ട്, വീടിന് വലിയ മതിലുണ്ട്, മതിലുമ വലിയ ഗേറ്റ് ഉണ്ട്, ഗേറ്റുമ്മ പട്ടിയുണ്ട്, സൂക്ഷിക്കുക എന്ന ബോർഡുണ്ട്, ഞങ്ങൾ മതി എന്ന് ഒരു പക്ഷേ ഒരാൾക്ക് തീരുമാനിക്കാം. പക്ഷെ പ്രളയത്തിനു ശേഷം അതാരും പറയില്ല. കോവിഡിന് ശേഷം അതാരും പറയില്ല. മഴയൊന്ന് പിണങ്ങിയപ്പോൾ നമ്മുടെ കൊട്ടാര സദൃശ്യമായ വീടിൻ്റെ കിടപ്പുമുറിയിലേക്ക് മഴവെള്ളം പാഞ്ഞു വന്നപ്പോൾ നമ്മുടെ പൈസ മതിയായിട്ടില്ല. നമ്മുടെ ലംബോഗിനി കാറ്, മലയാളത്തിൻ്റെ ഒരു വലിയ നടി, അവരോട് പത്രക്കാർ ചോദിച്ചു, എന്താ പങ്ങളെ സങ്കടം? അപ്പോൾ ആ നടി പറഞ്ഞു, ഞങ്ങളെ സങ്കടം മോൻ്റെ ലംബോഗിനി കാറ് കാർപോർച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റണില്ല. അമ്മ നടി, മക്കൾ 2 പേരും മലയാള സിനിമയിലെ പ്രശസ്തരാണ്. തൊട്ടപ്പുറത്ത് മഴ കനത്തു, പ്രളയം വന്നു. ഈ ലംബോഗിനി കാർ കാർപോർച്ചിൽ കുടുങ്ങിക്കിടക്കുന്ന സങ്കടം പറഞ്ഞ ആളുടെ, സിനിമാ നടിയുടെ വീട്ടിലേക്ക് വെള്ളം ഇരച്ചു കയറി. ആ അമ്മയെ പിന്നെ രക്ഷപ്പെടുത്തുന്നത്
ചെമ്പിലാണ്. സോഷ്യൽ മീഡിയ ചെമ്പിൽ കൊണ്ടുപോകുന്ന ഈ അമ്മയുടെ ചിത്രത്തിന്റെ താഴെ കമന്റ് ഇട്ടു, ചെമ്പോഗിനി അതാ പോണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൈസ മതിയാകൂല, നമ്മുടെ പണം മതിയാകാത്ത സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ട് നാട് വേണം, ചുറ്റുവട്ടം വേണം. നമ്മുടെ ജനവാതിലുകളൊന്ന് തുറന്നിട്ട് നമ്മുടെ അയൽപ്പക്കങ്ങളിലെ മനുഷ്യരുടെ സങ്കടങ്ങളിലേക്ക് നോക്കണം. എന്താണ് പയ്യോളിയിൽ ഇവിടെ സംഭവിക്കുന്നത്? KMCCയുടെ ഓരോ സഹോദരനും ഒന്ന് ജനവാതിൽ തുറന്നിട്ട് പുറത്ത് നോക്കിയതാണ്. അപ്പോൾ വേച്ചു നടന്നു പോകുന്ന മനുഷ്യരെ കണ്ടു. ആ നടന്നു പോകുന്ന മനുഷ്യരിലേക്ക് ഒരു വീൽ ചെയറിന്റെ കാരുണ്യം എത്തിക്കാൻ പറ്റുമോ എന്ന് അവരാലോചിച്ചു. സർക്കാർ ഫണ്ട് കൊടുത്തതല്ല, മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഫണ്ടല്ല, ഗവൺമെന്റിന്റെ ഫണ്ടല്ല, കലക്ടർ പിരിച്ചു കൊടുത്തതല്ല. ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോ KMCCക്കാരും കുടുംബത്തിനും മക്കൾക്കും കൊടുക്കേണ്ടുന്ന പൈസ മാറ്റിവെച്ച് ഈ പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ വേച്ച് നടന്നു പോകുന്ന ഒരു മനുഷ്യരും ഉണ്ടാകരുത്. പഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും നമ്മൾ വികലാംഗരെന്ന് വിളിച്ചവർ, നമ്മൾ ഫിസിക്കലി ചാലഞ്ചഡ് എന്ന് പറയുന്നവർ, നമ്മൾ ഡിഫറൻ്റ്ലി ഏബിൾ എന്ന് പേര് മാറ്റിയവർ, ആ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബി വോയിസ് ഫോർ വോയിസ്ലെസ് എന്നതാണ്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവുക, കാലില്ലാത്തവന്റെ കാലാവുക, നടത്തം നഷ്ടപ്പെട്ടവന്റെ നടത്തമാവുക. പിടഞ്ഞു വീഴാൻ പോകുന്ന മനുഷ്യന് താങ്ങ് കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചില്ലേ, ഈമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉംറക്ക് പോയിക്കോ, നിങ്ങൾ നിസ്കരിച്ചോ, നിങ്ങൾ നോമ്പ് നോറ്റോ, പക്ഷേ വഴിയിൽ നിന്ന് മുള്ളു നീക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പയ്യോളിയിലെ ഇടവഴിയിലെ മുള്ളിനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ തെരുവിലൂടെ നടന്നു പോകുന്ന മനുഷ്യർക്ക് നടക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് പയ്യോളിയിലെ KMCC ഇതാ ആ മുള്ളു മാറ്റുകയാണ്. ഇത് മുഹമ്മദീയ വഴിയാണ്, ഇത് വിശ്വാസത്തിന്റെ വഴിയാണ്, ഇത് ധർമ്മത്തിന്റെ വഴിയാണ്, ഇത് സദാചാരത്തിന്റെ വഴിയാണ്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക നോക്കിയിട്ടല്ല KMCC ഇത് കൊടുക്കുന്നത്. ഈ ചടങ്ങിന് ഭൂമിയിലെ വോട്ടർ പട്ടികയുമായി ബന്ധമില്ല. ആകാശത്ത് അല്ലാഹു തമ്പുരാന്റെ കണക്ക് പുസ്തകവുമായിട്ടാണ് KMCCയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ബന്ധമെന്ന് ഇടയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നാട് നന്നാകണം, വീട് നന്നാകണം. നാട് നന്നാക്കുന്നവർ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. ഉമ്മമാരെ, നിങ്ങൾ അടിഞ്ഞിരിക്കുന്ന പർദ്ദ വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഇടണോ എന്ന് തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടിയാൻ സ്വാതന്ത്ര്യമില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബീഫ് ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. വീട്ടിലേക്ക് കയറിയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കിയിട്ട് ബീഫ് സൂക്ഷിച്ചവന്റെ വീട്ടിൽ പോയി അടിച്ചു കൊല്ലുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേഷം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സംസ്കാരം, നമ്മുടെ ചിഹ്നം, നമ്മുടെ ബാങ്ക്, നമ്മുടെ നമസ്കാരം, നമ്മുടെ പള്ളികൾ, ഇതൊക്കെ സംരക്ഷിക്കുന്നതും തീരുമാനിക്കുന്നതും രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ നമുക്ക് അഭിപ്രായം ഉണ്ടാകണം. ഞാനിതൊന്നും അറിയില്ല, എനിക്കെൻ്റെ കാര്യം മാത്രം എന്ന് ആർക്കും നോക്കി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റൂല എന്ന ഗൗരവതരമായ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് പയ്യോളിയിലെ KMCCയുടെ ഇവിടുത്തെ പ്രവാസികളായ സഹോദരന്മാരുടെ ഈ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഈ നാടിൻ്റെ നന്മയുടെ നിമിത്തമായി ഈ KMCC കൂട്ടായ്മ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അഭിലഷിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്ന മുഴുവൻ ആളുകൾക്കും പ്രാർത്ഥനയിൽ പൊതിഞ്ഞ സമ്മാനം നേർന്നുകൊണ്ട് ഞാൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ്, മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിലാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയങ്കരനായ ബഷീർ സാഹിബ് വരാൻ പോവുകയാണ്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മാസം ഒടുവിൽ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ ഡൽഹിയിൽ മുസ്ലിം ലീഗിൻ്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഡൽഹിയിലെ ലീഗിൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ കൊടിവെക്കാൻ മാത്രമുള്ളതല്ല. നിങ്ങളുടെ കുട്ടി +2 ശേഷം ഡിഗ്രിക്ക് ശേഷം അലീഗർ യൂണിവേഴ്സിറ്റിയിൽ പോകുമോ? നിങ്ങളുടെ കുട്ടിക്ക് നീറ്റ് കിട്ടിയിട്ട് എയിംസിൽ പോകുമോ? നിങ്ങളുടെ കുട്ടിക്ക് BTech കിട്ടി NIT-യിലും IIT-യിലും പോകുമോ? നിങ്ങളുടെ മക്കൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ വരുമോ? എങ്കിൽ ഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനിലും ഡൽഹിയിലെ വിമാനത്താവളത്തിന്റെ പരിസരത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വളണ്ടിയർമാർ നിങ്ങളെ സ്വീകരിക്കാനുണ്ടാകും. മുസ്ലിം ലീഗ് പാർട്ടി ഈ രാജ്യത്തോളം പടർന്നു നിൽക്കുന്ന സംഘടനയാണ്. ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ പാരന്റിംഗ് തരുന്ന സംഘടനയാണ്. നമ്മുടെ നേതാവ് മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. പാണക്കാട് കുടുംബത്തിന്റെ തണലിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട്, ഒരു മെയ്യായി നിന്നുകൊണ്ട്
ലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുതേ, നിങ്ങൾ ഒന്നിച്ചു നിൽക്കുക എന്ന വിശുദ്ധ ഖുർആന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ നാടിനെ സംരക്ഷിക്കട്ടെ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ആശയം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം, സമുദായത്തിന് ഉള്ളിലെ ഐക്യം. ആരും തല്ലുകൂടാൻ പോകരുത്. ഈ രാജ്യത്തെ ഹിന്ദു സഹോദരങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. നമ്മുടെ നാട്ടിലെ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും ഉണ്ടാകണം. മുസ്ലിം സമുദായത്തിനകത്ത് പല തലത്തിലുള്ള വിശ്വാസങ്ങളും ആദർശങ്ങളും ഈ സദസ്സിലുള്ളവരിൽ തന്നെ ഉണ്ടാകും. പക്ഷേ അവരൊന്നിച്ചു നിൽക്കുക എന്ന സന്ദേശമാണ് ലീഗ് കൊടുക്കുന്നത്. നമ്മുടെ മക്കളൊക്കെ ഉജ്ജ്വലമായി പഠിച്ച് ഏറ്റവും അന്തസ്സോടുകൂടി ഈ നാട്ടിൽ പുതിയ തലമുറയിലേക്ക്, നമ്മുടെ മുൻ തലമുറ ഗൾഫിൽ പോയത് അറബിയുടെ അടുക്കള കഴുകിയ, പാത്രം കഴുകിയ നാണയത്തൊട്ടുകൊണ്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ഒരു കാലത്ത് ഗൾഫിലെ പ്രവാസികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് പ്രവാസികൾ അങ്ങനെ അല്ല. ദുബായിൽ പോയാൽ, ഖത്തറിൽ പോയാൽ, വിവിധ രാജ്യങ്ങളിൽ പോയാൽ അവിടുത്തെ ടെക്നോക്രാറ്റുകൾ നമ്മുടെ മക്കളാണ്, അവിടുത്തെ ബ്യൂറോക്രാറ്റുകൾ നമ്മുടെ മക്കളാണ്, എയർ ട്രാഫിക് കൺട്രോൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കുട്ടികളാണ്. ഞാൻ മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ മലപ്പുറത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയുടെ പേര് ജുമാന എന്നാണ്. ജുമാനയുടെ വാപ്പ ഉസ്താദാണ്, ജുമാനയുടെ ഉമ്മ നിക്കാബിട്ട സാധാരണ വീട്ടമ്മയാണ്. അവർ രണ്ടുപേരും ജുമാനയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കിട്ടും. അവൾ പോയത് വിമാനത്തിന്റെ കോക്പിറ്റിലേക്കാണ്. ഉസ്താദിന്റെ മോളെ, പർദ്ദയിട്ട ഉമ്മയുടെ മോളെ വിമാനത്തിന്റെ കോക്പിറ്റിലേക്ക് പൈലറ്റാകാൻ പറഞ്ഞയച്ച ആശയത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾ അന്തസ്സോടെ, അഭിമാനത്തോടെ പഠിച്ച് സമൂഹത്തിനും സമുദായത്തിനും മാതൃകയുള്ള മനുഷ്യരാകാൻ മാറട്ടെ, സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.